നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ? ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് തന്നെ കടക്കാം. പിന്നെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കാനും തേർഡ് പാർട്ടിയെ പൂർണ്ണമായും ഉപേക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ പറയുന്നുണ്ട്. ആ ഒരു റിച്വൽ കാണാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക കേട്ടോ. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 6 of Cups, the Judgment, Wheel of Fortune, 6 of Swords, the Magician, the Devil card, 10 of Swords, 2 of Cups, the Empress, 8 of Wands, 5 of Pentacles, King of Pentacles, 7 of Wands, the Star card, Queen of Pentacles. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇവിടെ ശരിക്കും ഒരു മാനിപ്പുലേറ്റീവ് എനർജി കാണുന്നുണ്ട്, നന്നായിട്ട് കാണുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് ഇവിടെ മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങളുടെ വ്യക്തി ഇവിടെ ആദ്യം തന്നെ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങളെ ഇവിടെ നിങ്ങളുടെ വ്യക്തി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ കുറേ കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചതിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ചതി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്നത്? തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി കള്ളം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുള്ളതായിട്ട് കാണുന്നത്. നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ അവർ തമ്മിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്നേഹബന്ധം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തിയെ, അതായത് ഈ ഒരു തേർഡ് പേഴ്സണെ കോണ്ടാക്റ്റ് ചെയ്യില്ല, അവരുമായിട്ട് ഇനി സംസാരിക്കില്ല, അവരെ ഇനി പോയി കാണില്ല, അവരുമായിട്ടുള്ള എല്ലാതരം റിലേഷൻഷിപ്പും അവസാനിപ്പിച്ചു എന്നൊക്കെ. പക്ഷേ ഇപ്പോഴും ആ പണ്ട് എത്ര ഇൻറ്റൻസിറ്റിയിലായിരുന്നു ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ആ ഒരു ബന്ധം തുടരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ തേർഡ് പാർട്ടി അത് ആരും ആവാം, ഫ്രണ്ട്സ് ആവാം, എന്തെങ്കിലും അഫെയർ റിലേഷൻഷിപ്പിലുള്ളതാവാം, അല്ലെങ്കിൽ മദർ ഫാദർ റിലേഷൻഷിപ്പ് ആവാം, സിസ്റ്റർ റിലേഷൻഷിപ്പ് ആവാം, ഇൻലോസ് ആരും ആവാം കേട്ടോ. ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ കോള് ചെയ്യാത്തതായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താത്തതായിട്ടും ഒരു ദിവസം പോലും ഇല്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണിനെ വിളിക്കാതിരുന്നാലോ, ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വിളിക്കാതിരുന്നാലോ, ഇവരിൽ ആരെങ്കിലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആദ്യം തന്നെ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായി. ആ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഒരുപാട് തവണ വഴക്കുണ്ടായിട്ടുണ്ട്. ആ വഴക്കുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും അവരത് കൂടുതൽ നാൾ അവർ പിണങ്ങിയിരിക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യില്ല. ആ പിണക്കമെല്ലാം സോൾവ് ചെയ്ത് പിന്നെയും പഴയ രീതിയിലാവുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് ദിവസത്തിന് മുന്നേ, അതായത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു യാത്ര പോയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു യാത്ര പോയിട്ടുണ്ടാവുന്നത്. തേർഡ് പേഴ്സണുമായിട്ടാണ് ഈ ഒരു യാത്ര പോയത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറേ നേരം അല്ലെങ്കിൽ കുറച്ച് ഡേയ്സും എല്ലാം സ്പെൻഡ് ചെയ്തിട്ടാവാം അവർ തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും പിന്നെയും ഒരു ഫിനിക്സ് പക്ഷിയില്ലേ, അതുപോലെ ഒരു റീബർത്ത് അവർക്ക് പിന്നെയും സംഭവിക്കും. അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ പിന്നെ ഒരു റീബർത്ത് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒരുതരം അഡിക്ഷൻ നിറഞ്ഞിട്ടുള്ളൊരു സ്നേഹമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണും തിരിച്ചു തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ശരിക്കും ഒരു തരം അഡിക്റ്റഡ് ആയിട്ട് ഉള്ളൊരു സ്നേഹമാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ത് പറഞ്ഞാലും ഈ ഒരു തേർഡ് പേഴ്സൺ അനുസരിക്കുകയും തേർഡ് പേഴ്സൺ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു
നിങ്ങൾ പോലും ഒരു പക്ഷേ അതിശയിച്ചിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് തരുന്ന ആ ഒരു വാല്യൂ അല്ല ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുക്കുന്നത്. ശരിക്കും ഭയങ്കര രീതിയിൽ ഈ ഒരു തേർഡ് പേഴ്സണെ ശരിക്കും അങ്ങ് ടോപ്പിലെടുത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവരെ ഒരു പൂവിട്ട് പൂജിക്കുന്ന രീതിയിൽ ഒരു ദേവതയെ പോലാണ് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പേഴ്സണിനെ കണക്കാക്കുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തേർഡ് പേഴ്സൺ എന്ത് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞാലും അതവർ ചെയ്തു കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ ആൾക്കാരുടെ മുമ്പിലിരുന്നിട്ടാണെങ്കിൽ പോലും ഈ തേർഡ് പേഴ്സൻ്റെ ഈ കാല് തിരുമുക ഇതൊക്കെ കേട്ടിട്ടില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് കാല് തിരുമുക, അതിന് പോലും ഒരു മടിയും നാണവും ഒന്നും കാണിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി. അത്രയ്ക്കും നിങ്ങളുടെ വ്യക്തി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പും അത്രയേറെ ആഴത്തിലുള്ളതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി നിരവധി തവണ വഴക്കുണ്ടാക്കിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് തവണ വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ചിലപ്പം ഒരു പ്രോമിസ് തരാം, തേർഡ് പാർട്ടിയായിട്ട് ഇനി കോണ്ടാക്റ്റ് ചെയ്യില്ല, തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അവസാനിപ്പിച്ചു എന്നൊക്കെ. പക്ഷേ ഇപ്പോഴും അവർ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അത്. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വിട്ടിട്ട് പോകാതിരിക്കാനും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ വിട്ടിട്ട് പോകാതിരിക്കാനും ഇവർ ശരിക്കും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ലൈക്ക് ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വശ്യപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഈ വശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി അവരുമായിട്ട് ബന്ധം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പോയിട്ട് പിന്നെയും സംസാരിക്കുന്നത്, അവർക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നത്, അവർക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? ഇതിനകത്ത് ഒരാൾ മാത്രമല്ല ഈ ഒരു എന്താ പറയണ്ട ഒരു ഇങ്ങനെ വശ്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അവർക്കും വശ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ നിങ്ങളുടെ വ്യക്തിക്കും വശ്യം ചെയ്തതായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരില്ലാണ്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്ത് വിശ്വസിക്കണം? നിങ്ങളുടെ വ്യക്തിയെ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ? അതോ ഇല്ല എന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ നിങ്ങൾ ശരിക്കും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത രീതിയാട്ടോ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് തവണ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സത്യം ചെയ്ത് തന്നിട്ടും പിന്നെയും ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത കാര്യം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് അത്ര പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ റിസ്ക് എടുത്താലും ആ ഒരു റിലേഷൻഷിപ്പ് തുടരാനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നതും തുടരുക തന്നെ ചെയ്യും. അതും മാത്രമല്ല ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് ശരിക്കും ഒരു ഓവർ തിങ്കിങ്ങും ഡിപ്രഷനും വല്ലാത്ത ഒരു നെഗറ്റീവ് സ്റ്റേജിൽ കൂടൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വസ്ഥതയില്ല പറയുന്ന മനസ്സിലായോ? അതായത് തലപെരുപ്പ്, എപ്പോഴും കണ്ണീര്, കരയുക, ഉറക്കമില്ലായ്മ, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കുക, കലഹങ്ങൾ തന്നെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫുൾ കലഹം തന്നെ. നിങ്ങളുടെ ഇടയിൽ ഈ ഒരു തേർഡ് പാർട്ടി കയറിയോണ്ടാണ് വളരെ മനോഹരമായി പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധം വളരെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇൻലോസ് വരെ ആകാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ തീരുമാനം എടുക്കുന്ന സമയത്ത് പോലും അതെല്ലാം തടസ്സപ്പെടുത്തുകയും നിങ്ങളുടെ വ്യക്തിയെ ഇങ്ങനെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി. ഭയങ്കര രീതിയിൽ മോശപ്പെട്ട നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു തേർഡ് പാർട്ടി, വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ. ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയെ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ഇപ്പോഴും അതായത് ഒരു കഴിഞ്ഞ ആഴ്ചയും നിങ്ങളുടെ വ്യക്തി എവിടെയോ പോയെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികം കൈപ്പറ്റിയതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ അത് സാമ്പത്തികമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് രൂപത്തിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കളാവാം. അത് സ്വർണ്ണമാവാം, ഡയമണ്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ ഇതെല്ലാം സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒക്കെ പേരിൽ കടമ എന്നുള്ള രീതിയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസൊക്കെ നിറവേറ്റുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആക്കുമോ എന്നൊക്കെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ഏറെ ടെൻഷനും വിഷമവും ഡിപ്രഷനും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ലൈഫിൽ ഇത്രയേറെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക, തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, തേർഡ് പാർട്ടി റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം ചെയ്തു തരുന്നതാണ്. ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പരിഹാരത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. ആദ്യം സമാധാനമായിട്ടിരിക്കുക കേട്ടോ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറഞ്ഞത് അത് സത്യം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ നിങ്ങളുടെ അടുത്ത് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല, ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി പറയുന്നത് വിശ്വസിക്കണ്ട. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇത് യൂണിവേഴ്സിന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതലും നിങ്ങളുടെ വ്യക്തിയെടുത്ത് വഴക്കുണ്ടാക്കാൻ, കലഹം ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ്. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജി കുറേ ഡ്രെയിൻ ആവും, നിങ്ങൾക്ക് സ്വസ്ഥത ഇല്ലാണ്ട് വരും, നിങ്ങളുടെ സന്തോഷം പോവും, നിങ്ങൾ സന്തോഷിക്കാൻ മറന്നു പോവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോവും. അതാണ് പിന്നെ സംഭവിക്കുന്നത്. അപ്പം ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി പോകാണ്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തി അതുപോലെ വിടുക. അവിടെ ചെന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവാതിരിക്കുമ്പം, അതായത് വേസ്റ്റ് ആക്കാതിരിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യം മാത്രം കെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, അവർ നിങ്ങളിലേക്കായിരിക്കും മടങ്ങിയെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടുതലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലം ജീവിക്കുക. കുറച്ച് കാലമല്ല, നല്ല രീതിയിൽ ഇനിയുള്ള കാലങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക. നിങ്ങൾക്കിപ്പോൾ കൂടെ വരാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കമ്പനിയായിട്ട് നിങ്ങൾ തന്നെ ഇരിക്കുക. മനസ്സിലായോ? ഏറ്റവും നല്ലത്, നിങ്ങൾ മറ്റൊരാളെ നിങ്ങളുടെ കമ്പനിയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് സ്നേഹിച്ച് സ്വന്തമായിട്ട് തന്നെ കമ്പനി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തവണ നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാനോ മറ്റാരും കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കത്തോ ഇല്ല, അങ്ങനെ തോന്നത്തതും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ആ ഒരു റിച്വൽ എന്താണ് എന്ന് നോക്കാം. ഈ ഒരു റിച്വൽ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് രാത്രിയിൽ ചെയ്യാണ്ടിരിക്കുക. സന്ധ്യയ്ക്ക് ശേഷം അല്ല ചെയ്യേണ്ടത്, പകൽ സമയത്താണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്നത് പോലെ സൈലൻ്റ് ആയിട്ടിരിക്കുക, സൈലൻസ് ആയിരിക്കണം, ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഫോണൊക്കെ സൈലൻ്റ് ആയിട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. ഈ ഫോണിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്തതാണ് നല്ലത്. നിങ്ങൾ ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി വേണം ഇത് ചെയ്യാൻ. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ്. ഇപ്പുറത്തെ ഭാഗത്ത് ചെറിയ ഗ്ലാസ് റോസ് വാട്ടറാണ് പിന്നെ വേണ്ടുന്നത്. ഈ റോസ് വാട്ടറിൽ നിങ്ങളുടെ പേരെഴുതിയിട്ട് അതിനകത്ത് ഇടുക. ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ പേരെഴുതിയിട്ട് ഇടുക. അതിനുശേഷം ആ വെള്ളത്തിനകത്തുണ്ടല്ലോ,
വെള്ളത്തിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് പേപ്പറിനകത്ത് എഴുതിയതിന് ശേഷം ഇടുക. ഇനി ഈ പേപ്പറിനകത്ത് എഴുതേണ്ട കളറിലെ പേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റോസ് കളറോ റെഡ് കളറോ ആയ ഏറ്റവും നല്ലത്. അതിനുശേഷം ഈ റോസ് വാട്ടറിനെ അത് നിങ്ങളായിട്ട് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് സങ്കല്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്നേഹം, സമയം, കെയറിങ്, തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കണം, നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടാവണം, നിങ്ങൾക്ക് യാത്രകൾ പോകണം, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഗിഫ്റ്റ് വേണം, അവർ നിങ്ങളെ വിളിക്കണം, ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ റോസ് വാട്ടറിൽ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അതൊന്ന് ചാർജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ റോസ് വാട്ടർ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ച് കുറേശ്ശെ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഈ വെള്ളത്തിനെ നിങ്ങളുടെ വ്യക്തിയായിട്ട് സങ്കല്പിക്കണം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളെല്ലാം ഈ ഒരു നിങ്ങളുടെ വ്യക്തിയാണല്ലോ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്, അങ്ങനെ സങ്കല്പിച്ചിട്ട് ആ ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം ഈ വെള്ളത്തിൽ നിന്നും, അതായത് ഇത് ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം ഒരു നെഗറ്റീവ് എനർജി രൂപത്തിലായി ഈ വെള്ളത്തിൽ നിന്നും ആ ഇഷ്ടമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കണം. അതിനുശേഷമാണ് കുറേശ്ശെ ഈ ഒരു റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായോ? റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ വ്യക്തിക്കും അത് നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു തോന്നൽ വന്നു എന്ന് കരുതിയിട്ട് വേണം ഇത് ചെയ്യാൻ. അതായത് കുറേശ്ശെ വെള്ളം നിങ്ങൾ ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിനകത്ത് നിങ്ങൾ ഒഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്കും നിങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ളൊരു തോന്നൽ പതുക്കെ വരുന്നു. അങ്ങനെ സങ്കല്പിച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കണം കേട്ടോ. ആ പേപ്പറിനകത്ത് നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഒഴിക്കണം. അതിനുശേഷം നിങ്ങളുടെ കൈ ഉപയോഗിച്ച്, അതായത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് പിന്നെയും അത് മൂടിയതിന് ശേഷം നിങ്ങൾ പിന്നെയും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിട്ട്. സന്തോഷം വേണം, വിഷമിച്ചിരുന്നിട്ടൊന്നും ചെയ്യരുത് ഇത്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു തുള്ളി ഉമിനീരില്ലേ, സലൈവ, അത് ഒരു ഡ്രോപ്പ് അതിനകത്തിടുക. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് വേണം കേട്ടോ നിങ്ങളിത് ചെയ്യാൻ. ഒരു മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം എടുക്കുക. മിനിമം നിങ്ങൾ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കുക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ആത്മാർത്ഥതയോടുകൂടി ഇരുന്ന് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇത് നിങ്ങൾ കളയേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വളർത്തുന്ന ചെടിയില്ലേ, പൂക്കൾ, അതിൻ്റെ അടുത്ത് കൊണ്ടൊഴിക്കുകയോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടൊഴിക്കുകയോ ചെയ്യണം. അത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അയച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സിലേക്ക് അയച്ചു കഴിഞ്ഞു. അതിന് ലെറ്റ് ഗോ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ടായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. അവരിതൊക്കെ ഭയങ്കര സന്തോഷത്തെയും വിശ്വസിച്ചും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നേരത്തെ എങ്ങനെയാണോ വിഷമിച്ചിരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാക്സിമം പോകാണ്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എപ്പോഴും പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളതിന് ഹീലിംഗ് വേണം. നിങ്ങളത് ഹീല് ചെയ്ത് അത് മാറ്റേണ്ട വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം വിശ്വസിക്കുക, ഹീല് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുക തന്നെ ചെയ്യും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ, അത് റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയർ ആവട്ടെ, എന്തോ ആവട്ടെ, ലഭിക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നം അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ്, നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കരിയർ ബ്ലോക്കേജ്, മണി ബ്ലോക്കേജ്, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ശത്രുദോഷം, ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റും റിച്വൽസും തയ്യാറാക്കി തരുന്നതാണ്. അത് പറയുന്ന രീതിയിൽ ചെയ്യുക. റിസൾട്ട് 100% ഉറപ്പാണ്.
ബ്രേസ്ലെറ്റ് ആവശ്യമുള്ളവർക്കും ബ്രേസ്ലെറ്റ് വാങ്ങാനും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.